കണ്ണൂർ കലങ്ങുന്നു ആരു നേടും. ഇന്നലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് പച്ച വെളിച്ചം പോലെ എല്ലാ ചാനലുകളിലുമുണ്ട്. അത് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റും. അവിടുത്തെ അതുപോലെ ക്യാമറയുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ ക്യാമറയുണ്ട്, പോലീസുകാരുണ്ട്, മൊബൈലിലെടുത്തവരുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പക്ഷെ അവിടെ നമ്മുടെ മന്ത്രി വീണ ജോർജിൻ്റെ ടോട്ടൽ പെർഫോമൻസ് ശരിയായില്ല. എത്രയോ മന്ത്രിമാർക്കെതിരെ എത്രയോ പ്രതിഷേധങ്ങൾ വരുന്നു. എം വി രാഘവനെതിരെ പ്രതിഷേധം വന്നിട്ടുണ്ട്. ഞാൻ കണ്ണൂരിലെ തന്നെ പറയുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ കല്ലെറി വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ തലയ്ക്ക് അടുത്ത് കല്ലെറിഞ്ഞ് അത് മുറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കരുണാകരനെതിരെയൊക്കെ വലിയ പിണറായിക്കെതിരെയൊക്കെ എല്ലാവർക്കെതിരെ വളരെ വലിയ പ്രതിഷേധം നടക്കാറുണ്ട്. DYFI, SFI ചെറുപ്പക്കാരല്ലേ, യൂത്ത് കോൺഗ്രസ്, യുവമോർച്ച ഇവരെല്ലാം ചെറുപ്പക്കാരായതുകൊണ്ട് നല്ല പ്രകടനവും നല്ല എതിർപ്പ് നടക്കും. പക്ഷേ മന്ത്രി എന്താ ചെയ്യേണ്ടത്? മന്ത്രി അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ രക്ഷാവലയത്തിൽ നിന്നുകൊണ്ട് മന്ത്രി രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോകാൻ നോക്കണം. പക്ഷേ മന്ത്രി അവിടെ നിന്ന് ഇവരോട് ആക്രോശിക്കുന്നത് എന്താടാ വാടാ പിടി. അതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയിലും ഇതായിരുന്നു സ്ഥിതി. ഞാനിവിടെ കാണും. ആരെ ഇവർ വെല്ലുവിളിക്കുന്ന ഒരു വ്യവസ്ഥിതിയിൽ? ലാൻഡ് ഓർഡർ സിസ്റ്റം ഫെയിലിയർ ആയാൽ ആർക്കാണ് നഷ്ടം? ഗവൺമെൻറ്റിനല്ലേ നഷ്ടം, അല്ലാതെ നാട്ടുകാർക്കാണോ നഷ്ടം? അപ്പോൾ പത്തനംതിട്ടയെ വെല്ലുവിളിക്കുന്നു. വീട്ടിൽ കയറി ഇരിക്കാതെ ഉടനെ തന്നെ ഇറങ്ങി ഒരു അമ്മയെ കാണാൻ പോകുന്നു, അമ്മയെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ വീണ ജോർജിൻ്റെ പ്രായത്തിലുള്ള പക്വത, അല്ലെങ്കിൽ ഒരു മന്ത്രി എന്നുള്ള പക്വത അവർ കംപ്ലീറ്റ് കളഞ്ഞു കുളിച്ചു. അതിൻ്റെ ദുരന്ത പര്യവസാനം കണ്ണൂർ വെച്ച് സംഭവിക്കുകയും ചെയ്തു. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ച് അവരെ ഉന്തം തള്ളുണ്ടാകുന്നു. അവർ പോലീസാണ് അവരെ ചുറ്റും നിൽക്കുന്നത്. ഇനി പോലീസാണോ തള്ളിയത്, എവരാണോ തള്ളിയത് എന്നൊക്കെ ഇനിയും തെളിയിക്കട്ടെ. അതിനകത്ത് നമ്മളൊരു സ്ഥലത്തേക്ക് കയറി നിൽക്കാനില്ല. പക്ഷേ അതിനുശേഷം അവർ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു പോകുന്നു. അവിടെ വെച്ച് കഴുത്തിന് ചെറിയ ഒരു ബലം പോലെ നോക്കുമ്പോൾ ഷംസീറാണ് കിടന്ന് വിളിക്കുന്നത്. അയ്യോ പരുക്ക് പരുക്ക് പരുക്കെന്ന് പറയുന്നു. പരുക്കെന്ന് പറയുന്നു. ഉടൻ തന്നെ പത്രക്കാർ വരുന്നു, ചാനൽ വരുന്നു, ആശുപത്രിയിലാക്കുന്നു, മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുന്നു, ICUവിൽ കയറ്റുന്നു, കോളറിടുന്നു. വേണ്ട ജഗ പുക. എന്താ സംഭവിക്കുന്നത്? ഇതാണ് രാഷ്ട്രീയം. അതിനുശേഷം വ്യാപകമായി CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഓഫീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപകമായി തകർക്കുന്നു, എറിയുന്നു, കല്ലെറിയുന്നു. എന്താണിത്? ഒരു കാര്യം ഇവിടെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ പല ചാനലുകളിലും പലരും പറഞ്ഞതുപോലെ പുതിയ യാത്ര വലിയ ആവേശമായാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോട്ടയം കഴിഞ്ഞു ഇന്നലെ ആയപ്പോൾ. ഇനിയുള്ളത് പത്തനംതിട്ട, ഇടുക്കി പത്തനംതിട്ട, ഇടുക്കിയിലും കയറിയല്ലോ, അടിമാലി പോയല്ലോ. ഇനി പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം 4 ജില്ലകളാണ്. വലിയ ആവേശത്തോടു കൂടിയാണ് സതീശൻ്റെ പുതിയ യാത്ര വരുന്നത്. അത് ഇപ്പോൾ ആളെ എങ്ങനെ അവർ കൂട്ടിയാലും വലിയ ആൾക്കൂട്ടമാണ് അതിന്. അതേസമയം 3 ജാഥ ഗോവിന്ദൻ്റെയും പിണറായി വിജയൻ്റെയും ഗോവിന്ദൻ്റെയും ജോസ് കെ മാണിയുടെയും ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിൽ 3 ജാഥ നടന്നു. ഒന്നും സംഭവിച്ചില്ല. അത് വന്നതുപോലെ ആ ജാഥ പോയി. അതിലുള്ള പ്രതിഷേധവും ഈ പുതിയ യാത്രയിൽ കിട്ടുന്ന ആവേശമൊക്കെയാണോ കാര്യങ്ങൾ ഇങ്ങനെ തിരിഞ്ഞ് വളഞ്ഞു വരുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു ചോദ്യമാണ്. എന്തായാലും ഈ രാഷ്ട്രീയം നല്ലതല്ല. മന്ത്രിയെ വ്യക്തിപരമായി ആക്രമിക്കാൻ പാടില്ല തന്നെ. പിന്നെ ജനാധിപത്യത്തിൽ സമരമാർഗങ്ങൾ ഇന്നതായിരിക്കണമെന്ന് പറയാനും കഴിയില്ല. അവർ ചാടി വീഴും, അടുത്തെത്തും ഒക്കെ ചെയ്യും. ഇത് സംരക്ഷിക്കേണ്ട ജോലി, ലാൻഡ് ഓർഡറിൻ്റെ ജോലി സർക്കാരിനും നമ്മുടെ ആഭ്യന്തര വകുപ്പിനുള്ളതാണ്. അപ്പോൾ ആഭ്യന്തര വകുപ്പ് ഇന്നലെ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമുണ്ട്. പോലീസുകാർ എവിടെയായിരുന്നു? കണ്ണൂർ ആയതുകൊണ്ട് നടക്കില്ല എന്ന് വിചാരിച്ചോ? അവരെവിടെയായിരുന്നു? രണ്ടാമത് മന്ത്രിയുടെ അടുത്തെത്തുമ്പോൾ ഒരു വലയമായി നിന്ന് മന്ത്രിയെ മാറ്റുന്നതിന് പകരം ഈ പ്രവർത്തകരോടൊപ്പം കിടന്ന് ഗുസ്തി പിടിക്കുന്നത് കാണുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. അതെന്തായാലും അവിടെ വലിയ ഗുരുതരമായ ലാൻഡ് ഓർഡർ വീഴ്ചയുണ്ടായിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിൽ നിന്നും പോലീസിൽ നിന്നും. അതിലുപരി ആരുടെയെങ്കിലും കൈ അവരുടെ കഴുത്തിൽ കൊണ്ടോ എന്നുള്ളത് ചോദിക്കണം, അത് അറിയണം. എന്തായാലും അവരെ MRI സ്കാൻ എടുക്കാൻ പരിയാരം മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. കോളർ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഈ നാടകം ഇങ്ങനെ അവസാനിച്ചത് ശരിയായില്ല. എന്തോരം ട്രോളാണ് അവർക്ക് കിട്ടുന്നത്. അവർ പഴയ വീണ കുര്യാക്കോസ് ആയിരുന്നു അച്ഛൻ്റെ പേരിൽ, അപ്പാടെ പേരുള്ള കുര്യാക്കോസ് ആയിരുന്നു. പിന്നെ വീണ ജോർജ് ആയതാണ് കല്യാണം കഴിച്ചപ്പോൾ. അവർ മോണോ ആക്ടിന് ഫസ്റ്റ് കിട്ടിയവരാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ ഒരു ദുരന്ത നായികയായി അവർ മാറി. ഇതിനു മുമ്പും KK ശൈലജ എന്നൊരു ആരോഗ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. മനോഹരമായി അവർ PR തള്ളോ, പക്ഷെ മനോഹരമായി അവർ ഇറങ്ങി. ശ്രീമതി ടീച്ചർ എന്നൊരു ആരോഗ്യമന്ത്രി, എല്ലാം വനിതകളായിരുന്നു, CPMൻ്റെ ആയിരുന്നു. അവർ മനോഹരമായി ഇറങ്ങി. വേറെ വലിയ വിവാദങ്ങളും തർക്കങ്ങളൊന്നുമില്ല. ഇതുപോലത്തെ ഒരു എറിയും അടിയും ഒന്നുമില്ല. കാരണം അവരുടെ പ്രവൃത്തിയിൽ പക്വതയുണ്ട്. സിസ്റ്റം ഫെയിലുവർ ആണെന്ന് വെച്ചാൽ ഈ എല്ലാ കാലത്തും സിസ്റ്റത്തിൻ്റേതായ UDFൻ്റെ LDFൻ്റെ കാലത്തൊക്കെ സിസ്റ്റത്തിൻ്റേതായ ഫെയിലുവർ കാണിച്ചിട്ടുണ്ട്. ഡോക്ടർമാർ കൈക്കൂലി വാങ്ങുന്നവർ വാങ്ങും, വാങ്ങാത്തവർ വാങ്ങില്ല, രോഗികളെ നോക്കുന്നവർ നോക്കും, നോക്കാത്തവർ നോക്കത്തില്ല.
അത് തന്നെയാണ് നമ്മളത് കാണുന്നതാണ്. അപ്പോൾ തിരുവനന്തപുരം ഡെൻ്റൽ കോളേജിൽ കോശി എന്ന് പറഞ്ഞൊരു എച്ച് ഒ ഡി വന്നിരുന്നു. കോശി എച്ച് ഒ ഡി വന്നതിന് ശേഷം വളരെ മനോഹരമായ രീതിയിലാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഞാൻ അവിടെ പോയി ചികിത്സ എടുത്തിട്ടുള്ളതാണ്. ഞാനും എൻ്റെ മക്കൾക്കും 2 പേർക്കും അവിടെ ചികിത്സ എടുത്തതാണ് തിരുവനന്തപുരം ഡെൻ്റൽ കോളേജിൽ. കോശി എന്ന് പറയുന്ന ഒരു എച്ച് ഒ ഡി, ഡോക്ടർ കോശി എന്ന് പറയുന്ന ഒരു എച്ച് ഒ ഡി വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിൽ കൂടുതൽ 10 ഒരു 15 വർഷത്തിനകത്താവും, കോശി എന്ന് പറയുന്ന ഒരു എച്ച് ഒ ഡി അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കല്ല, റിട്ടയർ ആയെന്ന് അറിയത്തില്ല. ഡോക്ടർ കോശി അദ്ദേഹം നല്ല പരിഷ്കാരങ്ങൾ രജിസ്ട്രേഷനിലും അതിലും ഇതിലും വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു ഡെൻ്റൽ കോളേജിനെ മനോഹരമാക്കി. അങ്ങനെ ആക്കാൻ പറ്റും. ഹോസ്പിറ്റലുകളെയൊക്കെ കുറേ തിരക്കൊക്കെ ഉണ്ടെങ്കിലും കുറേ കൂടി മനോഹരമാക്കാൻ പറ്റും. അപ്പോൾ സിസ്റ്റത്തെ മനോഹരമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നില്ല എന്നുള്ളത് പോട്ടെ, സിസ്റ്റത്തെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അവരെ എതിർത്ത് നിന്ന് അവരെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് വീണ ജോർജിൽ. അതൊരു പക്വതയുള്ള മന്ത്രിയുടെ സമീപനമല്ല. ഇത് മുഖ്യമന്ത്രി വിലയിരുത്തണം. ഇനി അവർക്ക് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ, മത്സരിപ്പിക്കുകയാണെങ്കിൽ, ജയിക്കുകയാണെങ്കിൽ, LDF വരികയാണെങ്കിൽ, മന്ത്രിയാക്കുകയാണെങ്കിൽ, ഈ കണ്ടീഷൻസ് ഒരുപാടുണ്ട്. അവർ മത്സരിക്കണം, അവർക്ക് സീറ്റ് കൊടുക്കണം, അവർ ജയിക്കണം, LDF വരണം, പിന്നെ മന്ത്രിയാക്കണം. 6-7 കണ്ടീഷനുണ്ട്. ഈ 7 കണ്ടീഷനും കഴിഞ്ഞുകൊണ്ട് അവർ വന്നാൽ ഇതാണ് പെർഫോമൻസ് എങ്കിൽ വളരെ കഷ്ടമായിരിക്കും. അങ്ങനെയാണെങ്കിൽ സാംസ്കാരിക വകുപ്പ് പോലുള്ള ഏതെങ്കിലും ഒരു വകുപ്പ് കൊടുത്താൽ ശല്യമില്ല. അത്യാവശ്യം സിനിമ പരിപാടിയൊക്കെ നടത്തി പബ്ലിസിറ്റിയൊക്കെ കിട്ടും. ഇതുപോലത്തെ ഏറ്റവും ഹോട്ടായിട്ടുള്ള ജനങ്ങളെ ഡയറക്റ്റ് ബാധിക്കുന്ന കുടിവെള്ളം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ പൊതുമരാമത്ത് തുടങ്ങിയ മേഖലകളിലൊന്നും ഇവരുടെ സേവനം പ്രയോജനപ്പെടുത്തരുത്. ഗ്രാമവികസന വകുപ്പിനോ പഞ്ചായത്ത് വകുപ്പിലോ ഒക്കെ ആണെങ്കിൽ പിന്നെ ഒരു ശല്യമില്ല. അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു വികസന പ്രവർത്തനങ്ങൾ നടത്തി പോകുക എന്നുള്ളതേ ഉള്ളൂ. ഒരു കാരണവശാലും പക്വതയുള്ള ഒരു മന്ത്രിയല്ല. ആ പക്വതയില്ലായ്മ ആണ് ഈ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന വിഷയം. അവർ വെല്ലുവിളിക്കുകയാണ്, ഓരോരുത്തരെയും വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ സമരക്കാരെ വെല്ലുവിളിച്ചാൽ അത് നിൽക്കുമോ? അങ്ങനെ സമരക്കാരെ വെല്ലുവിളിക്കാമോ എന്നൊരു ചോദ്യമുണ്ട്. രണ്ടാമത് അവിടെ നടന്നത് ഈ അക്രമത്തിൻ്റെയും അല്ലെങ്കിൽ സമരത്തിൻ്റെ ഇടയിൽ, അക്രമം എന്നുള്ള സമരത്തിനിടയിൽ പല കാര്യങ്ങളും നടക്കും. അത് ജനാധിപത്യപരമായിട്ടാണോ? ജനാധിപത്യ സമരമൊന്നുമില്ല. സമരമെന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെയും നിലവിലുള്ള വ്യവസ്ഥയും ബ്രേക്ക് ചെയ്യുന്നതാണ് സമരം. അതുകൊണ്ട് തന്നെ ആ ബ്രേക്ക് ചെയ്യുമ്പോൾ പല കുഴപ്പങ്ങളും പല സ്ഥലങ്ങളിലും സംഭവിച്ചെന്നിരിക്കും. അത് സംഭവിക്കാതെ നോക്കുക എന്നുള്ളതാണ് ലാൻഡ് ഓർഡർക്കാരുടെയും ആഭ്യന്തര വകുപ്പിൻ്റെയും പോലീസിൻ്റെയൊക്കെ ചുമതല. അല്ലാതെ സമരക്കാർ വഴിപാട് സമരം നടത്തണം, അവർ ചലിക്കാൻ പാടില്ല, അവർ കല്ലെടുക്കരുത്, അവർ കുസ്തി എടുക്കരുത്, കുപ്പി എടുക്കരുത്, അവർ മന്ത്രിയുടെ അടുത്ത് വരരുത്, മന്ത്രിയെ തൊടരുത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് വരരുത്, ഇതൊന്നും പ്രായോഗികമല്ല. അത് സമരവുമല്ല. സമരത്തിന് അക്രമമല്ലത്. സമരത്തിന് സമരത്തിൻ്റേതായ രീതികളുണ്ട്. ചില സമയത്ത് മോബ് എന്ന് പറയുന്നത് അക്രമാസക്തരാകും. കാരണം മോബിൻ്റെ കയ്യിൽ മറ്റായുധങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവർ അക്രമാസക്തരാകും. കാരണം അതാണ് പ്രതിഷേധത്തിൻ്റെ രീതി. അത് അപ്പോൾ ഞാനൊക്കെ ധാരാളം പ്രതിഷേധങ്ങൾക്ക് പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രതിഷേധത്തിൻ്റെ രീതി ഇങ്ങോട്ട് വെല്ലുവിളിച്ചാൽ അങ്ങോട്ട് 10 പ്രാവശ്യം വെല്ലുവിളിക്കുന്നതാണ് പ്രതിഷേധത്തിൻ്റെ രീതി. എന്തായാലും ഇന്നലെ കണ്ണൂർ നടന്നത് പ്രോത്സാഹനകരമല്ല. സമരം ചെയ്യുന്നവരും ശ്രദ്ധിക്കുക. മന്ത്രിയുടെ നാടകം ആണെങ്കിൽ ആ നാടകത്തിന് ഈ വർഷത്തെ ഏറ്റവും നല്ല അവാർഡ് കിട്ടട്ടെ.